ഹായ്, എല്ലാവരും സുഖമായിരിക്കണല്ലോ. എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഉള്ളിക്കറിയാണ് തയ്യാറാക്കണത്. അതായത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ളതും അതുപോലെ രുചിയായിരിക്കും എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തേങ്ങ വറുത്തരയ്ക്കാതെ തയ്യാറാക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കറിയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓണത്തിന് കുറച്ച് ഐറ്റമൊക്കെ നമ്മളെപ്പോഴും തയ്യാറാക്കുമല്ലോ. അപ്പോൾ ഇതിന് വേണ്ടി ഒത്തിരി സമയം ഈ കറിക്ക് വേണ്ടി ആരും മെനക്കെടണ്ട. ഉള്ളി ക്ലീൻ ചെയ്തെടുക്കുക, പിന്നെ ബാക്കി ഐറ്റംസൊക്കെ ചേർക്കുക. തേങ്ങ വറുത്തരച്ചെടുക്കാനല്ലേ എപ്പോഴും ബുദ്ധിമുട്ടാണ്. എന്നിട്ട് നമ്മുടെ ഓണസദ്യയുടെ കൂടെ ഇലയുടെ സൈഡിൽ വെച്ച് വിളമ്പാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇത്. തേങ്ങ വറുത്തരച്ചത് ചേർത്തില്ല എന്ന് കരുതി രുചിക്ക് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞങ്ങളും ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കിയത്. പക്ഷേ വളരെ നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ടാണ് ഞാനിവിടെ ഇതിൻ്റെ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കിച്ചണിൽ പോയി ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് ഉള്ളിപ്പുളി ഉണ്ടാക്കുന്നതിന് മുന്നോടിയായിട്ട് ഇന്ന് വൈകുന്നേര സമയമാണ് ഇപ്പോൾ. അപ്പൊ വൈകുന്നേരത്തെ ചായ കുടിച്ചിട്ടില്ല. അപ്പൊ ചായക്ക് നമ്മ എന്താണ് ഉണ്ടാക്കാൻ പോണേന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കിച്ചണിലോട്ട് വന്നത്. കിച്ചണിലേക്ക് വന്നപ്പോൾ അമ്മേനെ ഇവിടെ കാണാനില്ല. അപ്പൊ ഞാൻ വേഗം തന്നെ തൽക്കാലത്തേക്ക് വേറൊരു സാധനം കഴിക്കാമെന്ന് വിചാരിച്ചു. അതിവിടെ ഇരുന്ന സാധനമാണ്. അപ്പോൾ അത് കഴിക്കാം. അപ്പോഴേക്കും അമ്മ വൈകുന്നേരത്തേക്കുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ അതും കഴിക്കാം. അതിനുശേഷം വേണം നമുക്ക് ഉള്ളിപ്പുളി ഷൂട്ട് ചെയ്യാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാനിനി എന്താണ് തൽക്കാലത്തേക്ക് ഒരു മുട്ടുശാന്തിക്കായിട്ട് കഴിക്കാൻ പോണേന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇരിപ്പുണ്ടോ ഒരു സാധനം. ഇത് കണ്ടോ, സ്വീറ്റ് പൊറോട്ടയാണ് ഈ സാധനം. കൊച്ചിൻ ബേക്കറിയുടെ സ്വീറ്റ് പൊറോട്ടയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കൊച്ചിൻ ബേക്കറിയിലെ സ്വീറ്റ് പൊറോട്ട. നല്ല രസമാണ് ഇത്. ഭയങ്കര സോഫ്റ്റ് ആണ്. നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ കൊച്ചിൻ ബേക്കറിയിലെ സ്വീറ്റ് പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അവിടെ വീഴും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം ഞാനിത് കഴിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി വീണ്ടും കിച്ചണിലേക്ക് പോവാം. എന്നിട്ട് വൈകുന്നേരത്തെ ചായയും പലഹാരവും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് ഇന്ന് ഉള്ളിപ്പുളിയുടെ റെസിപ്പി ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഹായ്, ഞാൻ വീണ്ടും വന്നു. അപ്പം ഞാൻ ഇഡ്ഡലി കഴിക്കാൻ പോവാണ്. ഇഡ്ഡലിയുടെ ഒപ്പം എന്താണ് എൻ്റെ കോമ്പിനേഷൻ എന്ന് നിങ്ങൾക്ക് കാണണ്ടേ. ഇഡ്ഡലിയുടെ ഒപ്പം ഞാൻ കഴിക്കാൻ പോകുന്നത് മീൻകറിയാണ്. ഇവിടെ എല്ലാവരും ഇഡ്ഡലിയുടെ ഒപ്പം ചട്നിയാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്ക് പക്ഷേ മീൻകറിയുടെ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ പല വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഇഡ്ഡലി. മീൻകറി കാണിച്ചു തരാം. മീൻകറി നമ്മുടെ ഒരുപാട് വീഡിയോകളിൽ കാണിക്കാറുണ്ട്. ഇത് കട്ട്ല മീൻ കറിയാണ് കേട്ടോ. മീൻ മുളക് ചാറ് കറി. അപ്പം ഇത് രണ്ടും കൂടെ ഞാനൊന്ന് കഴിക്കട്ടെ. ദേ കണ്ടോ, അതെ, ദേ നമ്മുടെ മീൻകറി ഇവിടെ ഇരിപ്പുണ്ട്. നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഇരിപ്പുണ്ട്. അപ്പം നമുക്കിത് വേഗം കഴിക്കാം. ദേ ചട്നി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ദേ വീണ്ടും ക്യാമറയും കൊണ്ട് ഞാൻ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. ഞാനിവിടെ മറ്റേ സ്വീറ്റ് പൊറോട്ട ഒക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം ഒരു സാധനം അമ്മ ഉണ്ടാക്കണ്ടെന്ന്. അതാണ് ദേ ഇഡലി. അമ്മയുടെ ഇഡലി നല്ല സൂപ്പർ ഇഡലിയാണ് കേട്ടോ. ഇഡലിയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഇഡലിയാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടെ എല്ലാവരും കണ്ടു നോക്കും കേട്ടോ. വേവിച്ച് കഴിയുമ്പോൾ കാണിക്കാം. അതെ, ചെമ്പിലാണ് ഞാൻ ഇഡലി സാധാരണ പുഴുങ്ങാറ്. കുക്കർ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. രണ്ട് ചെറുപ്പ അടിയിലും ഒരു തട്ടുണ്ട്, മുകളിലും ഒരു തട്ടുണ്ട്. അപ്പൊ വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഡലി ആയി എന്നാണ് അമ്മ പറഞ്ഞത്. വേഗം എടുത്തോ, എടുക്കാം ചൂടോടുകൂടി. ആഹാ, നല്ല സൂപ്പർ ഇഡലി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കതിനി എടുക്കാം. ഒരു ട്രിപ്പോടെ വെക്കാനുണ്ടെന്നിട്ട്. അതെ, എന്നിട്ട് കഴിക്കാനുള്ളതാ. എന്നിട്ട് വേണം അടുത്ത പരിപാടി നോക്കാം. അതെ, വേഗം എടുത്തോ. ഇവിടെ എടുത്ത് വെക്കട്ടെ കേട്ടോ. 2 ട്രിപ്പ് ആയതുകൊണ്ട് താഴെയും കിടപ്പുണ്ട്. വെക്കട്ടെ കേട്ടോ. അടുത്ത ട്രിപ്പും വെച്ചു. അപ്പൊ ഇപ്പൊ എടുത്തത് ഞാൻ എന്തായാലും ഒന്ന് കഴിക്കാൻ പോവാട്ടോ. അതിനുശേഷം ഉള്ളിപ്പുളി തുടങ്ങാനുള്ളതാ. നമുക്ക് അടയ്ക്കുവാണേ. അടച്ചോ.
ഇത് അപ്പയ്ക്ക് കൊടുക്കാനുള്ള കേട്ടോ. അപ്പം ഇതിൻ്റെ ഒപ്പം കഴിക്കുന്നത് ചമ്മന്തിയാണ് കഴിക്കണേ. ഞാൻ സ്ഥിരം കഴിക്കണേ മീൻകറി. എനിക്ക് മീൻകറി ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം കഴിക്കാൻ. കണ്ടോ, നല്ല അസല് തേങ്ങ ചമ്മന്തിയും നല്ല സോഫ്റ്റ് ഇടുന്നു. അപ്പം വേഗം കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് ഉള്ളിപ്പുളി ഉണ്ടാക്കണ്ടേ. ഇതെല്ലാവർക്കും പ്രേക്ഷകർക്ക് മനസ്സിലായി കാണാം. ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഉള്ളി കൊണ്ടുള്ള ഒരു വെറൈറ്റി ഡിഷ് തയ്യാറാക്കാനാണ്. ഉള്ളിയുടെ കൂടെ വാളംപുളി വെള്ളത്തിലിട്ടേക്കുക. നമ്മുടെ സ്വന്തം പുളിയാണ്. അത് കുത്തി നീറ്റാക്കി നമ്മൾ ഉപ്പൊക്കെ പുരട്ടി വെച്ചിരുന്നത് ഞാൻ കുതിർത്താനായിട്ട് സിറപ്പ് എടുക്കാനായിട്ട് സ്വല്പം പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് പിഴിഞ്ഞ് സിറപ്പ് എടുത്താൽ മതി. അപ്പം ചുവന്നുള്ളി, വാളംപുളി, പിന്നെ ഒരു 2 കുഞ്ഞുണ്ട ശർക്കര വെച്ചിട്ടുണ്ട്. അത് മുഴുവനും വേണ്ടി വരുമോയെന്ന് ഉപയോഗിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 2 ഉണ്ട അവിടെ ഞാൻ തൽക്കാലം എടുത്ത് വെച്ചു. പിന്നെ പതിവ് വേപ്പില, 2 പച്ചമുളക്. പിന്നെ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും വേണം. അത് പാചകം ചെയ്യുന്ന സമയത്ത് ചേർക്കുമ്പോൾ കാണിക്കാം. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മളിത് തേങ്ങ വറുത്തരയ്ക്കാത്ത ഒരു ഉള്ളിപ്പുളിയാണ് ഇവിടെ തയ്യാറാക്കണം. ഞാനിട്ടിരിക്കുന്ന പേരാ ഉള്ളിപ്പുളി. അതായത് തേങ്ങ വറുത്തരയ്ക്കാത്ത ഉള്ളിക്കറി. ഈ വാളംപുളിയും ശർക്കരയും ചേർക്കും. അപ്പൊ നമുക്ക് അതിന്റെ പരിപാടി തുടങ്ങാം. ഗ്യാസ് ഓൺ ചെയ്ത് ഓരോന്നായിട്ട് തുടങ്ങിക്കളയാം. ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. ട്രഡീഷണൽ പോട്ട്. അതെ, കുഞ്ഞു ചട്ടിയിൽ തയ്യാറാക്കണേ. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരു സാമ്പിളായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിന് മുന്നോടിയായിട്ട് ആദ്യം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതെന്തിനാന്ന് വെച്ചാൽ ഉള്ളി വഴറ്റാനായിട്ട്. എണ്ണ ചൂടായി. ഞാൻ ഉള്ളി ചട്ടിയിൽ കലത്തിലേക്ക് ചേർക്കുവാണ്. ഇത്രയും ഉള്ളി കിടക്കണത് വഴന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ 1/3 കുറയും കേട്ടോ. അപ്പം ഈ ചട്ടി നമുക്ക് ധാരാളം മതി. ഇപ്പം കാണുമ്പോൾ ഓർക്കും ചെറിയ ചട്ടിയാണല്ലോ, പക്ഷെ ഇത് വഴന്ന് കഴിയുമ്പോൾ ഒരു നുള്ളേ ഉണ്ടാവുള്ളൂ. അപ്പം ഇനി ഇവിടെ കിടന്ന് മറ്റു ഉള്ളിക്കറി വെക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് വഴന്നു വന്ന ഉള്ളി. ഇതിന് തേങ്ങയരപ്പില്ലെന്ന് മാത്രമേ ഉള്ളൂ വറുത്തരപ്പ് പ്രത്യേകത കേട്ടോ. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം പെട്ടെന്ന് മൂത്ത് വന്നോളൂ. ഇത് മതിയാവും. പിന്നെ നമുക്ക് അരപ്പില്ലല്ലോ, സോറി. പിന്നെ നമുക്ക് ബാക്കി ഐറ്റമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് പോരായിലുണ്ടെങ്കിൽ ചേർക്കാം. അപ്പം തൽക്കാലം ഉള്ളിക്കുള്ള ഉപ്പ് ഇത് മതി കേട്ടോ. ഇനി ഇത് ഇളക്കി വഴന്ന് വന്ന് നന്നായിട്ട് വഴരണം. വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഐറ്റം ചേർക്കാം. നോക്കിയേ, അങ്ങോട്ട് നോക്കാനേ ഞാനിതൊന്ന് ഇളക്കി എടുക്കാം. നമുക്കിത് ഉണ്ടാക്കിയിട്ട് വേണം വൈകിട്ട് കഴിക്കാൻ ഭക്ഷണം. സദ്യ സ്പെഷ്യലാണ് നമ്മുടെ സ്പെഷ്യൽ ഉള്ളിക്കറി. അതെ, ഞാനും അപ്പം ഇവിടെ ഇരിപ്പുണ്ട്. അമ്മയുടെ ഓണ ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഉള്ളിപ്പുളി ഞാനും ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ ഓണ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? താഴെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. ഉള്ളി മൂക്കണ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വർത്താനം പറയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് വർത്താനം പറയാമെന്ന് കരുതി വന്നതാണ്. അതെ അതെ, മഴയൊക്കെ ജസ്റ്റ് ഒന്ന് മാറി നമുക്ക്. അത് കാരണം വളരെ ഉപകാരമുണ്ട് കേട്ടോ. കാരണം കണ്ടിന്യൂസ് മഴയായി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ നമ്മൾ അങ്ങനെ അങ്ങ് പോന്നു അല്ലേ. പുള്ളിയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ഷോട്ട് കാണാം. ഇതിലേക്ക് നമ്മുടെ പതിവ് വേപ്പില, പിന്നെ നമ്മുടെ തന്നെ പച്ചമുളകാണ്. ഞാൻ അത് ചേമ്പി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2 ചേർക്കണുള്ളൂ. അതിനുള്ള ഉള്ളിയല്ലേ ഉള്ളൂ. പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതും ഉള്ളിയിലേക്ക് ചേർത്ത്. ഉള്ളി ഒരു പകുതി വഴന്നിട്ടുണ്ട്, കുറച്ചുകൂടെ വഴകാനുണ്ട്. അതവിടെ കിടന്ന് മൂത്ത് വരട്ടെ. പ്രേക്ഷകരെല്ലാവരും ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? ഞങ്ങളുടെ കിച്ചണിൽ ഞങ്ങളുടെ ഒരുക്കങ്ങളുടെ ഒരു തുടങ്ങി പതുക്കാൻ. ആദ്യം ഇന്ന് ചെയ്യുന്നത് ഉള്ളിക്കറിയുടെ പരിപാടിയാണ്. അപ്പൊ ഞങ്ങള് നൈറ്റാണ് ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനി കറി തയ്യാറാക്കണം ആദ്യം. എന്നിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ അല്ലേ. വളരെ ലളിതമായിട്ടുള്ള ഓണമൊരുക്കങ്ങളാണ് കേട്ടോ ഞങ്ങള്. ഉള്ളി നന്നായിട്ട് വഴന്നു. ഇനി നമുക്കിനി ഇതൊക്കെ ചേർന്ന് കഴിഞ്ഞിട്ട് വഴന്നാൽ മതി. ഇതേ മുളക, അതൊക്കെ എരിവിനനുസരിച്ച് മതി കേട്ടോ. ഇതിനധികം എരിവ് വേണ്ട. കാരണം ഉള്ളി കുറച്ചല്ലേ ഉള്ളൂ. അപ്പം അതിന് പാകത്തിനുള്ളത് മതി. ഇതിന് എരിവല്ല മുന്നിൽ നിൽക്കേണ്ടത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി തൽക്കാലം ചേർക്കുക. പിന്നെ ഉലുവാപ്പൊടി ലാസ്റ്റാണ് ചേർക്കണം, ഇപ്പോഴല്ല ചേർക്കണത്. അപ്പം നമുക്ക് ഒരു പൊടിക്ക്
എരിവ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇപ്പം ഞാൻ ചേർത്തത്, പൊടിക്കൊരു കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം. എന്നാന്ന് വെച്ചാൽ ഇച്ചിരി കളറും പിന്നെ ഒരു കൊഴുപ്പും കിട്ടൂലോ. അതെ, വറുത്തരക്കണില്ലല്ലോ. ഇല്ല, അത് കാരണമാണ് നമ്മള് ആ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട്. വറുത്തരപ്പിന് പകരം നമ്മൾ ഈ പൊടികളും പിന്നെ സ്വല്പം ശർക്കര ചേർക്കും. ശർക്കര ചേർക്കുമ്പോൾ അതിൽ കിടന്ന് കൊഴുത്ത് വന്നോളും. പിന്നെ അതുകൂടാതെ വളംപുളിയുടെ സിറപ്പും അല്ലേ ചേർക്കണം. അത് മറ്റേ കറിക്കും വളംപുളി സിറപ്പ് ചേർക്കും. മറ്റേ ഉള്ളിക്കറിക്ക് നമ്മൾ മധുരം ചേർക്കാറില്ല കേട്ടോ. ഇതിനെ അരപ്പില്ലാത്തത് കൊണ്ട് നമുക്ക് പുളി മുന്നിൽ നിൽക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടി ഒരു ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ശർക്കര ചേർക്കണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഉണ്ടാക്കി വെച്ച പുളിയുടെ സിറപ്പ് സ്വല്പം ചേർത്ത് കൊടുക്കണം. മുഴുവൻ ഒഴിക്കണ്ട കേട്ടോ. മുഴുവൻ ഒഴിച്ചാൽ ചിലപ്പോൾ ഭയങ്കര പുളിയായി പോകും. കാര്യം ഉള്ളിപ്പുളി എന്നാണ് പറയണമെങ്കിലും പുളി ചേർത്തു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ശർക്കര ഉരുക്കിയിട്ടില്ല. ഉരുക്കി ചേർത്താൽ പെട്ടെന്ന് അങ്ങ് മെൽറ്റായി പോന്നോളും. ഞാനിപ്പോൾ ഇത് ഈ മറയൂർ ശർക്കര ആയതുകൊണ്ട് മാലിന്യങ്ങളൊന്നും ഇതിലില്ല. അതുകൊണ്ട് ഞാൻ ചീക്കി വെച്ചേക്കും. അതിൻ്റെ ഒരു പകുതി ഭാഗങ്ങൾ ചേർത്ത് കൊടുക്കാൻ വെക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം മെൽറ്റായി കഴിയുമ്പോൾ കേട്ടോ. ഇതിവിടെ കുറച്ചുകൂടി ഇരിക്കട്ടെ. ഇടത്തേൻ്റെ പകുതി ഭാഗം. കൂടുതൽ ഇങ്ങനെ മധുരമായാലും ഒരു സുഖമില്ലല്ലോ കറിക്ക്. ഇനി നമുക്ക് സ്വല്പം നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നോർമൽ വെള്ളം, ചൂടുവെള്ളം അല്ല. അല്ല, നോർമൽ വാട്ടർ. ഇത് മതിയാവും. ഇത് ശരിക്കും അരപ്പ് ചേർക്കാത്തതുകൊണ്ട് ബ്ലാക്ക് കളർ ആയിരിക്കൂല, ഒരു ചുമപ്പ് രാശി നിറമായിരിക്കും കേട്ടോ ഈ കറിക്ക്. കാരണം തേങ്ങ വറുത്തരപ്പ് ചേർക്കണില്ലല്ലോ. പിന്നെ ഇനിയിപ്പം ആ ശർക്കരയൊക്കെ അതിൽ കിടന്ന് ഉരുകി വരട്ടെ കേട്ടോ. സിമ്മിലാണോ? സിമ്മിലാ. ശർക്കര അതിൽ കിടന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് മധുരവും ഉപ്പും പുളിയൊക്കെ നോക്കി വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കടുക് പൊട്ടിച്ച് ചേർക്കണം. കടുക് വറുത്ത അതും കൂടെ കഴിഞ്ഞാൽ ഈ പരിപാടി കഴിയും. നോക്കട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. നല്ലതാ. ഇച്ചിരി മധുരം കൂടെ വേണം. ചിലപ്പോൾ ആ മധുരം അലുത്ത് കഴിയുമ്പോൾ പാകം ആകുമായിരിക്കും. നമുക്ക് നോക്കി വെച്ച് ചേർത്താൽ മതി. കൂടിപ്പോയാൽ കൊള്ളൂല്ല. പുളിയൊക്കെ പാകാം കേട്ടോ. ഉപ്പ് വേണം. ലാസ്റ്റ് ഉലുവാപ്പൊടി ചേർക്കാം. സ്വല്പം ഉലുവാപ്പൊടി ചേർക്കുവാണെങ്കിൽ ഒരു പൊടിക്ക്. ഞാൻ കായം ചേർക്കണില്ല കേട്ടോ. കായം ചേർക്കണില്ല. ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന സ്വല്പം അതിലേക്ക് ചേർത്തു നമുക്കൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി കടുക് വറക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കടുക് വറുത്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് തരക്കേടില്ല എന്ന് എനിക്ക് തോന്നി. കടുക് വറുത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എരിവും പുളിയൊക്കെ പാകമാണോ എന്നുള്ളത്. എരിവ് അധികം ഇല്ലാട്ടോ ഇതിന്. ഞങ്ങൾ എരിവ് അധികം ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് അധികം എരിവ് ഇതിൽ ചേർത്തിട്ടില്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. നോക്കട്ടെ ഞാൻ. നല്ലതാ, ടേസ്റ്റുണ്ട്. നമുക്ക് ഇപ്പുറത്തേക്ക് വെച്ച് കടുകും കൂടെ അങ്ങ് വറക്കാം. മാറ്റട്ടെ. ഇങ്ങോട്ട് വെക്കാം. കടുക് പൊട്ടുവാണേ. വറ്റൽമുളക് ഞാൻ ചേർത്തില്ല കേട്ടോ. വറ്റൽമുളക് ഇല്ല. ഇത് കടുകും 2 തരി ഉലുവയും സ്വല്പം വേപ്പില. ഇങ്ങനെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിയുടെ ചട്ടിയിലേക്ക് ചേർക്കാം. എനിക്കൊരു ഇഷ്ടമായിട്ട് തോന്നിയത്. ഇത് എനിക്ക് തോന്നുന്നത് ചോറിനൊക്കെ സൈഡിൽ വെച്ച് കഴിക്കാനായിരിക്കും. സാമ്പാറൊക്കെ ഒഴിച്ച് വെച്ച് ഈ പുളിയിഞ്ചി അരികിൽ വെച്ച് കഴിക്കണം. പുളിയിഞ്ചിയോ? അല്ല, പുളിയിഞ്ചിന്ന് എപ്പോഴും പിന്നെ ഉള്ളിപ്പുളി, അതായത് വറുത്തരക്കാത്ത തേങ്ങ വറുത്തരക്കാത്ത ഉള്ളിക്കറി. കടുക് പൊട്ടിച്ച് ചേർക്കുവാണ്. അയ്യടാ. അപ്പം ഇതാണ് നമ്മുടെ ഉള്ളിപ്പുളി. എല്ലാവർക്കും പെട്ടെന്ന് ഓണത്തിനൊക്കെ സദ്യയുടെ കൂടെ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സദ്യക്കാകുമ്പോൾ ഒത്തിരി കറികളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതാകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് നേരമൊന്നും അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സ്പീഡിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതെ, അപ്പോൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. ഉള്ളിപ്പുളി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ ടേസ്റ്റ് ചെയ്യണ്ടേ? ഞാൻ നോക്കട്ടെ. ടേസ്റ്റ് ചെയ്യേണ്ട സ്പൂൺ എന്തേ? അത് വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അടിപൊളിയായിരിക്കും എന്തായാലും. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. എനിക്ക് മധുരമുള്ള കറികളൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷ് ആയിട്ടൊക്കെ നമുക്ക് ഓണത്തിന് മാത്രമല്ല നമുക്ക് പച്ചക്കറി സദ്യകളുടെ ഒക്കെ ഒപ്പം നമുക്ക് സൈഡായിട്ട് വിളമ്പാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡിഷ് തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കാനായിട്ടൊക്കെ നല്ല ഒരു അടിപൊളി ഒരു പച്ചക്കറി ഡിഷ് തന്നെയാണിത്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.